ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വാട്സാപ്പിൻ്റെ തന്നെ കുറച്ചും കൂടിയും ഫീച്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും പരിചയപ്പെടുത്താനുമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ എൻ്റെ സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അപ്പോൾ നിങ്ങൾ അത് പോയി കാണുക. അപ്പോൾ ആ സ്റ്റിക്കേഴ്സിൻ്റെ ഫീച്ചറിൽ രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്ന്, നമുക്ക് ആക്ടേഴ്സിൻ്റെ, കളിക്കാരുടെ, അവരുടെ അങ്ങനത്തെ സ്റ്റിക്കേഴ്സ് എങ്ങനെ നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു തരുന്നത്. ഇതുപോലത്തെ സ്റ്റിക്കേഴ്സാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ആദ്യം എങ്ങനെ കിട്ടും, പിന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോസ് എങ്ങനെ സ്റ്റിക്കേഴ്സ് ആക്കി മാറ്റാം, ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് ആ ആക്ടേഴ്സ്, അത് കളിക്കാർ, അങ്ങനെയുള്ള കുറേ സ്റ്റിക്കേഴ്സ് എങ്ങനെ നമ്മളെ ഫോണിൽ ആഡ് ചെയ്യാമെന്ന് ആദ്യം പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് ആ ആപ്ലിക്കേഷൻ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾ ഇൻ വൺ WA സ്റ്റിക്കേഴ്സ് ആപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ കാണാം, ഇതിൽ ദീപാവലിയുടെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ അല്ലു അർജുൻ, കേരള പിറവി സ്റ്റിക്കേഴ്സ്, അങ്ങനെ ആക്ടേഴ്സിൻ്റെ, അങ്ങനെ മലയാളത്തിലെ ഏറെക്കുറെ നിങ്ങൾക്ക് ഇതൊക്കെ കാണാം. പബ്ജിയുടെ ഉണ്ട്, മമ്മൂട്ടി, ലാലേട്ടൻ, അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 5000+ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ ഇതിൽ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെങ്ങനെ ആഡ് ചെയ്യണമെന്നാണ്. അത് നമ്മളിത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ എലിഫൻറ്റ്, ദിവാലി, മലയാളം ഡയലോഗ്, മലയാളം ഡബ്ലോഗ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ മലയാളത്തിൻ്റെ പബ്ജി, അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചെങ്കിൽ, ഇപ്പം ഞാൻ ഈ എലിഫൻറ്റ് എന്നുള്ളതാണ് വേണ്ടത്. അപ്പം ഞാൻ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പം ഈ സ്റ്റിക്കേഴ്സൊക്കെ എൻ്റെ വാട്സാപ്പിലേക്ക് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിവിടെ ഒരു ആഡിൻ്റെ ബട്ടൺ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ആഡ് ചെയ്തുകൊണ്ടാണ് അവിടെ ടിക്ക് ബട്ടൺ. നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെങ്കിൽ ഈ ആഡ് ബട്ടൺ, ഇവിടെ കാണുന്ന ആഡ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഇവിടെ കാണിക്കും, വുഡ് യു ലൈക്ക് ടു ആഡ് ദിവാലി വിഷസ് ടു വാട്സാപ്പ്. അപ്പോൾ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വാട്സാപ്പിലേക്ക് അത് ആഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റിക്കേഴ്സിൻ്റെ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ആഡ് ചെയ്ത ആനയുടെ അങ്ങനെ കുറേ ഫോട്ടോസ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഞാനിവിടെ കുറേ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫോട്ടോസും നിങ്ങൾക്ക് കാണാം. ഇതിൽ 5000+ സ്റ്റിക്കേഴ്സ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്റ്റിക്കേഴ്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ. പിന്നെ രണ്ടാമത്തെ പറയുന്നത് നമ്മളുടെ ഫോട്ടോസ്, നമ്മളെ പേഴ്സണൽ ഫോട്ടോസ്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ്, നമ്മളെ ഏതെങ്കിലും ഫോട്ടോസ് ഇതിലെങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ വേറൊരു ആപ്ലിക്കേഷനും കൂടി ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഫോർ വാട്സാപ്പ്. ഈ ഒരു ആപ്ലിക്കേഷനും കൂടി നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ 2 ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, പിന്നെ ഉള്ളത് പേഴ്സണൽ സ്റ്റിക്കേഴ്സ് ഫോർ വാട്സാപ്പ്. ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോ വേണ്ടതെങ്കിൽ ലോഡ് എ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഗാലറി എല്ലാം കിട്ടും. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്നാണ്. അത് നമ്മൾ ഇതിൽ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡൺ എന്നുള്ള കൊടുത്താൽ. ഞാനിപ്പോൾ ഒന്ന് ക്രോപ്പ് ചെയ്യുകയാണ്. ക്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡൺ എന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യണം. ഒരു PNG ഫോർമാറ്റിലാക്കിയാലേ നമുക്ക് സ്റ്റിക്കേഴ്സ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മാജിക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, മാജിക്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒരു ടച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഇറേസ് ചെയ്ത് കളയേണ്ടതുണ്ട്.
അപ്പോൾ ഇത് നല്ല കെയർഫുള്ളായിട്ട് പതുക്കെ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു സ്റ്റിക്കർ തന്നെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇത് ഭയങ്കര ബോറാവും. അപ്പോൾ ഇതിന് കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. അതേപോലെ ഇതിൻ്റെ ഈ ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിനി ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ ചെയ്തതിൽ ഇവിടെ സ്മൂത്ത്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ സേവ് എന്നുള്ള ബട്ടൺ അമർത്തി ഇത് സേവ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെ ഫോട്ടോ എഡിറ്റ് ചെയ്യൽ കഴിഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യില്ല. പിന്നെ നമ്മൾ എടുക്കേണ്ട രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പേഴ്സണൽ സ്റ്റിക്കേഴ്സ് ഫോർ വാട്സപ്പ്. ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഞാനിവിടെ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ടിക്ക് മാർക്ക് കാണുക. അല്ലെങ്കിൽ ഇവിടെ ആഡ് എന്നുള്ള ചിഹ്നമാണ് കാണിക്കുക. ഇവിടെ ഞാനിപ്പോൾ ചെയ്ത ഒരു മിനിമം 3 ഫോട്ടോസ് ചെയ്താലേ നിങ്ങൾക്കിത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഈ 4 ഫോട്ടോസ് ആഡ് എന്നുള്ള ഇവിടെ ഒരു ടിക്ക് മാർക്കാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് എന്നുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആഡ് ഒരു ടിക്ക് മാർക്കായി മാറും. ഇപ്പോൾ ഇത് വാട്സാപ്പിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് വാട്സാപ്പിൽ എങ്ങനെ കിട്ടും നോക്കാം. അതിന് നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിക്കേഴ്സ് എടുക്കുക. സ്റ്റിക്കേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം ഞാനവിടെ ചെയ്ത് വെച്ച 4 ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിത് അയക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ഫോട്ടോസ്. ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസും മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്താൽ നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫീച്ചേഴ്സ് 2 ഫീച്ചേഴ്സും യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഈ ഫീച്ചേഴ്സ് കുറേ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ അറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എന്നോട് കുറച്ച് ആൾക്കാർ ഫോട്ടോസ് ഇട്ടപ്പോൾ ചോദിച്ചു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ടെക്നോളജി പരമായ വാർത്തകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.